JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് രൂപീകരണത്തിന് ശേഷം കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് ഒക്ടോബർ 26 പരീക്ഷ നടക്കുകയുണ്ടായി. അത് സൊസൈറ്റി കാറ്റഗറി ആയിട്ടും നേരിട്ടുമുള്ള പരീക്ഷകളാണ് നടന്നത്. അപ്പോൾ സൊസൈറ്റി കാറ്റഗറിയിൽ 604 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് 502 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. 102 അപേക്ഷകൾ അസാധുവാക്കുകയും അതുപോലെ തന്നെ നേരിട്ടുള്ള നിയമനത്തിൽ 2,49,249,229 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് 1,91,712 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. 57,517 അപേക്ഷകൾ അസാധുവാക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ 1,91,712 പേര് കൺഫർമേഷൻ കൊടുത്തതിൽ നിന്നും ഏകദേശം 60% മുകളിൽ ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ എഴുതി എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആകെ സൊസൈറ്റി കാറ്റഗറിയിൽ 132 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നേരിട്ടുള്ള നിയമനം വഴി 133 ഒഴിവുകളാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒക്ടോബർ 26 അതിന്റെ പരീക്ഷ നടക്കുകയും ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കുന്നുണ്ടായി, സാറേ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് എന്നാണ് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടൊരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതിന്റെ OA പരീക്ഷയുടെ ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, എന്നാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് എന്ന്. ഡിസംബർ അവസാനത്തോടു കൂടി ഷോർട്ട് ലിസ്റ്റ് വരുമെന്നും മാർച്ചോടുകൂടി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ നടക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് PSCയുടെ നടപടികളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങൾ നിരന്തരമായിട്ട് ഫോണിലും നിങ്ങളുടെ പ്രൊഫൈലിലും നിരന്തരമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം മെസ്സേജുകൾ വരുമ്പോൾ ഒരു കൃത്യമായുള്ള ഇടവേള മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഇടവേളക്കുള്ളിൽ തന്നെ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത പക്ഷം അടുത്ത ആൾക്ക് അതിനുള്ള ചാൻസ് കൈമാറാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ആ കൃത്യമായിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. PSC ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ അപേക്ഷകൾ നിരസിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം തന്നെ മെസ്സേജുകൾ വരുന്നതാണ്. അവിടെ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒക്ടോബർ 26 നടന്ന ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഷോർട്ട് ലിസ്റ്റ് എത്താനും ജോലി കിട്ടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.